SMCയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ രണ്ടാം ഘട്ടം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ നടത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. വിഷയത്തിൽ ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഹമാസ് കൂടുതൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാത്രവുമല്ല, അറബ് രാജ്യങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്, ലോകം മുഴുവൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടമാണ് രണ്ടാം ഘട്ടം. ആദ്യഘട്ടത്തിൽ ഈ ബന്ദികളുടെ കൈമാറ്റവും ആനുപാതികമായിട്ട് പലസ്തീൻ തടവുകാരെ വിട്ടയക്കലുമായിരുന്നു പിന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ോടൊപ്പം തന്നെ ഗസയിൽ നിന്ന് ഈ പുറന്തള്ളപ്പെട്ട മനുഷ്യർക്ക് തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സൗകര്യം, ഏറ്റവും കൂടുതൽ വിലക്കുകളില്ലാത്ത വിധത്തിലുള്ള സഹായ വസ്തുക്കൾ ഗസയിൽ ലഭ്യമാക്കുക. അങ്ങനെ 4 കാര്യങ്ങളിൽ മാത്രമാണ് ഈ ആദ്യഘട്ടം ഉണ്ടായിരുന്നത്. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്നത് ഗസയിൽ ഒരു ഭരണ സംവിധാനം എന്നത്, അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭരണനിർവഹണവും ഒപ്പം ഈ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെയും സങ്കീർണമാണ്. ഒപ്പം അതിലേറെ സങ്കീർണമാണ് ഹമാസിനെ നിരായുധീകരിക്കുക, ഒരു അന്തർദേശീയ സ്വഭാവത്തിലുള്ള ഒരു സമാധാന സേനയെ ഇവിടേക്ക് നിയോഗിക്കുക, അതോടൊപ്പം തന്നെ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര ഭരണ സംവിധാനം കൊണ്ടുവരിക എന്ന വളരെ പ്രായോഗികമല്ലാത്ത ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് 20 പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് നിരന്തരമായ ഒരു പക്ഷേ ചർച്ചകൾ വേണ്ടിവരും. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ഒട്ടേറെ വിട്ടുവീഴ്ചകൾ 2 പക്ഷത്തും ഉണ്ടായിട്ടുണ്ട്. ആ വിട്ടുവീഴ്ചകൾ മധ്യസ്ഥ രാജ്യങ്ങൾ ഇരുപക്ഷത്തെയും അതിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ട്രംപ് തന്നെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശാശ്വതമായിട്ടുള്ളൊരു യുദ്ധവിരാമം ആയിരിക്കുന്നു, ഇനി ഒരിക്കലും ഇസ്രായേൽ ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നില്ല. ട്രംപ് അത് പറയുമ്പോഴും ആക്രമണം നടത്തുന്നു, വീണ്ടും ആളുകളെ കൊന്നൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പലസ്തീനിൽ കാണാൻ സാധിക്കുന്നത്. ഇത്രയധികം പ്രഖ്യാപനങ്ങൾ, വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ജീവനെടുക്കുന്ന നിലപാട് ഇസ്രായേൽ തുടരുന്നു എന്നുള്ളതുമാണ്. അത് ചോദ്യം ചെയ്യപ്പെടും. മാത്രവുമല്ല, ഇനിയുള്ള പദ്ധതികളിലും ആകാംക്ഷയും ആശങ്കയും ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നന്ദി MCA വിവരങ്ങൾ.